എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റെയർസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിളുകൾ അഥവാ ഊണുമേശയൊക്കെ വൃത്തിയാക്കാനുള്ള നല്ലൊരു ക്ലീനിങ് സ്പ്രേ നോക്കാം. അപ്പോൾ ഈ ക്ലീനിങ് സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ ഊണുമേശ വൃത്തിയാക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും കറികളുടെ പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവശിഷ്ടമൊക്കെ പതിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി വൃത്തിയായി കിട്ടും. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്ലീനിങ് സ്പ്രേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ ക്ലീനിങ് സ്പ്രേ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ സ്പ്രേ ബോട്ടിനുള്ളിലേക്ക് ഒരു ഫണൽ വെച്ച് കൊടുക്കുക. ഫണലില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1/4 ഭാഗം നിറയുന്ന അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 1/4 കപ്പ് വെള്ളമാണ് കൊള്ളുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഡിഷ് വാഷാണ്. നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡിഷ് വാഷ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ ഒന്ന് അടച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്പ്രേ ഉപയോഗിച്ച് ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വുഡൻ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളും ക്ലീൻ ചെയ്യാം. അപ്പോൾ ഏത് ടൈപ്പ് ഡൈനിങ് ടേബിൾ ആണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. അപ്പം നമുക്കിത് 2 രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് ടേബിളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി വെച്ച് തുടച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ടേബിളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുക. അപ്പം മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബനിയൻ്റെ തുണി ഉണ്ടല്ലോ, ടീഷർട്ടിൻ്റെയൊക്കെ തുണി, ആ തുണി ഉപയോഗിച്ചും ക്ലീൻ ചെയ്യാവുന്നതാണ്. ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ ആണെങ്കിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന തുണി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളിലൊന്നും ഒരിക്കലും കുറച്ച് ഹാർഷായിട്ടുള്ള തുണിയൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത്. മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ബനിയൻ്റെ തുണിയോ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വുഡൻ ടേബിൾ ആണെങ്കിൽ അത്ര പ്രശ്നം വരില്ല, എന്നാലും നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ നമ്മൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തിലേക്ക് നമ്മുടെ ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് അത് വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഡയറക്റ്റായിട്ട് ആ ടേബിളിൽ അപ്ലൈ ചെയ്യാതെ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തിലോ ബനിയൻ ക്ലോത്തിലോ ആ സ്പ്രേ അടിച്ച ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. വുഡൻ ടേബിളാണെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല. ഗ്ലാസിൻ്റെ ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സൊല്യൂഷൻസ് ഒന്നും അതിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.